അനീന, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമേ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണം എൻ്റെ മമ്മി തന്നെയാണ്. കാരണം ഉടമ്പടിയെ പറ്റിയും കൃപാസനത്തിനെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ മമ്മി പറയുന്നതിലൂടെയായിരുന്നു. ഞാൻ ജർമ്മൻ കഴിഞ്ഞ് B2 കംപ്ലീറ്റ് ചെയ്ത ടൈമിലൊക്കെ ആയിരുന്നു എക്സാമിന് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പം ഞാൻ എക്സാം എഴുതാൻ പൊയ്ക്കൊണ്ടിരുന്നതെല്ലാം മമ്മി അപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സാം എഴുതാൻ പൊയ്ക്കൊണ്ടിരുന്നതെല്ലാം മമ്മി ഉടമ്പടി കാശുരൂപം തന്നു, എണ്ണയുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി തൈലമൊക്കെ പൂശി മമ്മി ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം. അപ്പം മമ്മിയുടെ ആ ഒരു കാശുരൂപം കൊണ്ടൊക്കെയായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓരോ എക്സാമും കഴിയുമ്പം ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 3 മൊഡ്യൂളോളം കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എക്സാം പാസ്സാവണമെങ്കിൽ 4 മൊഡ്യൂൾ വേണം. അപ്പോൾ എനിക്ക് 1 മൊഡ്യൂളോട് എനിക്ക് കിട്ടാനുണ്ട്. അപ്പം ഞാൻ എല്ലാ തവണയും ഞാനിങ്ങനെ ഓരോ എക്സാം, അതിനുശേഷം ഞാൻ എക്സാം ഡേറ്റ് എടുത്തു, എക്സാമിന് പോയി. അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ആ മൊഡ്യൂൾ പോകുക. അപ്പോൾ എല്ലാം മമ്മി പറയുന്നുണ്ട്, എടി നീ ഉടമ്പടി എടുക്കുക, അതാണ് വേണ്ടത്, എന്നിട്ടാണ് നീ എക്സാം എഴുതാൻ പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മി നോക്ക്. അപ്പോഴേ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നില്ല. കാരണം നമ്മൾ നോർമലി ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് നോർമൽ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അതിന് ശേഷം ഞാൻ 3 തവണ പോയി എക്സാം എഴുതി. 3 തവണ എക്സാം എഴുതിയിട്ടും ഒരു 60 മാർക്ക് പാസ് മാർക്ക് വരുന്നതിൽ 59, 58, 57 അങ്ങനെ ഒരു റേഞ്ചിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ മൊഡ്യൂളിനെ കിട്ടാതെ പോവാം. അവസാനം പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഉടമ്പടി എടുക്കണം എന്ന് തന്നെയാണ് മാതാവ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് ഡേറ്റ്, എനിക്കൊരു എക്സാമിന് ഒരു ഒക്ടോബർ 8-ാം തീയതി എങ്ങാണ്ട് എക്സാമിന് ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ ഒരു ഒക്ടോബർ 5-ാം തീയതി എങ്ങാണ്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ചത് ഒക്ടോബർ 8-ാം തീയതി നടക്കുന്ന എൻ്റെ എക്സാമിനേഷൻ എനിക്ക് ആ മൊഡ്യൂൾ പാസ്സാവണം എന്ന് തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ ബാക്കി 6 നിയമങ്ങളൊക്കെ വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി. നോർമലി എല്ലാ ദിവസവും എനിക്ക് അതുവരെ ഒരു കാര്യത്തിനും ഞാനിപ്പം അന്ന് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഒരു 6:15 ഒരു 6:30 ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ വരുമ്പം എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല. വീട്ടിൽ വിളിക്കാൻ, അറ്റ്ലീസ്റ്റ് വീട്ടുകാരെ ഒന്ന് വിളിക്കാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും കറക്റ്റ് ആ ഒരു അരമണിക്കൂർ ബൈബിള് വായിക്കാനായിട്ടും എനിക്ക് എല്ലാത്തിനും സത്യം പറഞ്ഞാൽ ആ ഒരു ഇച്ചിരി ടൈമിനുള്ളിലാണെങ്കിൽ പോലും എനിക്കെല്ലാം കറക്റ്റ് പ്രാർത്ഥനയിലോട്ട് ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് അതിന് മുമ്പൊക്കെ ഞാനിങ്ങനെ മമ്മി നിർബന്ധിക്കും കൊന്ത ചൊല്ലാണെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ തന്നെ ഇരുന്ന് കൊന്ത ചൊല്ലാനും സൈലൻ്റായിട്ട് മാതാവിനോട് ഇച്ചിരി തന്നെ പ്രാർത്ഥിക്കണമെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും അന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ വൈകിട്ട് ഞാൻ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് എല്ലാ ദിവസവും അന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പറയുമായിരുന്നു. മാതാവ് ഇങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെ ഉണ്ടായേ എല്ലാം ഞാൻ കൊന്ത ചൊല്ലി കഴിയുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് സംസാരിക്കും. അപ്പം അതിനുശേഷം ഞാൻ കറക്റ്റ് നവംബർ 8-ാം തീയതി എക്സാമിന് പോയപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇന്നലത്തെ എക്സാം ഭയങ്കര പാടായിരുന്നു, ഇന്നും ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് എനിക്ക് തരും, എനിക്ക് 100% വിശ്വാസത്തോടെ തന്നെ ഞാൻ പോയത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ വിശ്വാസപ്രമാണം കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം കറക്റ്റ് ഞങ്ങളെ എക്സാമിന് കയറ്റി ഉപ്പ് ഞങ്ങൾക്ക് അങ്ങനെ കൈ പിടിക്കാനോ അങ്ങനെ സാധനങ്ങളൊന്നും കൈ പിടിക്കാൻ പറ്റത്തില്ല. ഒരു വാച്ച് പോലും ഞങ്ങൾക്ക് കൈ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ എൻ്റെ പാസ്പോർട്ടിനകത്തിട്ടുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത്, എക്സാമിന് കയറിയത്. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് കിട്ടും. കാരണം എനിക്ക് അത്ര എളുപ്പമായിരുന്നു എക്സാമിൻ്റെ എനിക്ക് കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് അതെല്ലാം ഓരോന്ന് വായിച്ച് നോക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. അതിന് ഞാൻ വെള്ളോട്ടിറങ്ങി അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ നവംബറായിട്ട് എൻ്റെ റിസൾട്ട് വരുന്നില്ല. എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നവംബറായിട്ട് എന്ത് ചെയ്താൽ റിസൾട്ട് വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒക്ടോബറിലെ റിസൾട്ട് വന്നതേ ഉള്ളൂ, റിസൾട്ട് ഇനിയിപ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഡിസംബർ പകുതി ആകുമ്പോഴേ റിസൾട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി, അയ്യോ ഡിസംബർ പകുതി ആകുമ്പോഴേ റിസൾട്ട് വരുവുള്ളല്ലോ എന്നൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഒന്നുകൂടെ വന്നു.
എനിക്ക് ഇവിടെ വന്നിട്ട് ആ ഡിസംബർ 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഡിസംബർ 7-ാം തീയതി അന്ന് ഞാൻ ഡേറ്റ് ഇട്ടു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഡിസംബർ 7-ാം തീയതി 2:30 മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിന് മുമ്പേ എൻ്റെ റിസൾട്ട് അറിയണം. അപ്പം ഞാൻ ഈ ഡിസംബർ 7-ാം തീയതിക്ക് ആ ഒരാഴ്ച മുമ്പ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒക്ടോബറിലെ റിസൾട്ട് ഇട്ടിട്ടേ ഉള്ളൂ, എന്നാണേലും ഡിസംബർ 25 കഴിയാതെ റിസൾട്ട് വരില്ല എന്ന് അവരെന്നോട് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഡിസംബർ 7-ാം തീയതി എൻ്റെ റിസൾട്ട് വരും എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഡിസംബർ 7-ാം തീയതി ആയി. ഡിസംബർ 7-ാം തീയതി ഇങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കറക്റ്റ് 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ റിസൾട്ട് വരാത്ത, ഇന്ന് 7-ാം തീയതി അല്ലേ, 2:30 മുമ്പേ വരും. അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. എന്നിട്ട് ഡിസംബർ 7-ാം തീയതി ഒരു 11:30 ആയപ്പം എന്നോട് പെട്ടെന്ന് എല്ലാവരും വടവെന്ന് പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട്, റിസൾട്ട് പബ്ലിഷ്ഡാണ്, നോക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ആ മൊഡ്യൂൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് 85 മാർക്ക് ഉണ്ടായിരുന്നു 100-ൽ. ആ റിസൾട്ട് വന്നപ്പോൾ അതിന് 85 ഉണ്ടായിരുന്നു. അങ്ങനെ ആ മൊഡ്യൂൾ എനിക്കത് പാസ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് 2:30 മുമ്പ് ഡിസംബർ 7-ാം തീയതി ഞാനിപ്പോൾ തന്നെ മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ട് മുമ്പ് എൻ്റെ റിസൾട്ട് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു മമ്മിയെ. എല്ലാവരോടും ഞാൻ പറഞ്ഞു മാതാവ് തന്നാന്ന് പറഞ്ഞ് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വേറെ പ്രശ്നം തന്നെ എൻ്റെ പ്രോസസ്സിങ് ഒന്നും നടക്കുന്നില്ല. എനിക്ക് മാർച്ച് ഇന്ത്യക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയി പോവുമായിരുന്നു. പക്ഷേ ഒരു പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസമെങ്കിലും എടുക്കും. ഞാൻ ഇവിടെ ഉടമ്പടിയിൽ പിന്നെ വെച്ചിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 30-ന് മുമ്പ് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി എനിക്ക് പോകാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെങ്കിലും കംപ്ലീറ്റ് ആവണമെന്ന് ഞാൻ മാധവനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരു ജനുവരി ലാസ്റ്റായിട്ടും ജനുവരി 30-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടും എൻ്റെ പ്രോസസ്സിങ് ഒന്നും ആവുന്നില്ല. എന്നിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോഴും ഞാൻ അവരോടൊക്കെ പറയും ഇല്ല മാതാവ് തരും എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്കൊരു സങ്കടം വരുമല്ലോ. എന്നിട്ട് ഞാൻ വൈകിട്ട് കൊന്ത ചെല്ലാൻ നേരം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് മാതാവിനോട് പറയും എന്നെ മാതാവേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് മാതാവൻ എനിക്ക് മാത്രം തരാത്തത് ഇങ്ങനെ ഞാൻ ചോദിക്കും. എന്നിട്ട് ആ സങ്കടമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പോൾ എനിക്ക് വേറെ ഏജൻസിക്കാരെയൊക്കെ കിട്ടി പ്രോസസ്സിങ്ങിന് വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ അങ്ങോട്ട് തപ്പിപ്പോയല്ലേ ഈ പ്രോസസ്സിങ് എനിക്ക് കിട്ടിയത്. ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് വിഷയം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മാതാവ് ഇങ്ങോട്ടല്ലേ എനിക്ക് തരണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്കുള്ളതല്ല, മാതാവ് ഇങ്ങോട്ട് എനിക്ക് തരും എന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സിങ് പകുതി നിൽക്കുമ്പം എനിക്ക് വേറൊരിടത്തു നിന്ന് കോൾ വന്നു. അവിടുന്ന് എനിക്ക് പെട്ടെന്ന് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കയറ്റി ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. ഇൻ്റർവ്യൂ പെട്ടെന്ന് വന്നു. വെറും 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ കോൺട്രാക്റ്റ് വന്നു. അതിനുശേഷം പിന്നെ വരുന്ന പ്രശ്നം വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടുക എന്നുള്ള. ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് നോക്കി. ഒരു 6-7 ഏജൻസികളിലെങ്കിലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസ ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് അവസാനം അതായിരുന്നു അടുത്ത സങ്കടം. ഇനിയിപ്പോൾ വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടാവുന്ന എക്സ്റ്റെൻഡ് ആയി പോവല്ലോ എന്നിങ്ങനെ വന്നിട്ട് അടുത്ത സങ്കടം വന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ഇവിടെ വന്നു. അവസാനം വെച്ചാൽ കൃപാസനത്തിൽ വരാം, മാതാവിനോട് പറയാം, മാതാവ് എന്നാണ് കേൾക്കും. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഡേറ്റ് വേണം, എനിക്ക് മാർച്ച് തന്നെ ഡേറ്റ് കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് ചേർത്തല ചെന്നില്ല. ഞാൻ കോട്ടയത്തിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് ഞാൻ ചേർത്തല ചെന്നില്ല. ചേർത്തലയിൽ എത്തിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറി. അപ്പോൾ ആ സമയത്ത് കടയിൽ കയറി കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എടി നമുക്ക് 2 പേർക്കേ ഡേറ്റ് കിട്ടിയിട്ടുള്ളൂ, നിനക്കാണ് മാർച്ച് 1 കിട്ടിയേക്കുന്നത്, അവൾക്ക് മാർച്ച് 4 കിട്ടിയേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ചേർത്തല ചെന്നില്ല. അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, മാർച്ച് 1 തന്നെയാണ് നിനക്ക് ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എനിക്ക് കരയണോ ചിരിക്കണോ എന്തെന്നില്ലാത്തൊരവസ്ഥയായി പോയി. അപ്പം എന്നിട്ട് ഞാൻ മാതാവിനോട് അതിന് ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞു, വിസ കിട്ടി. നാളെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. നാളെ കഴിഞ്ഞ് വൈകുന്നേരം 4:30 എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഇതുവരെ എല്ലാത്തിനും അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇവിടെ വരുമായിരുന്നു. അപ്പം ഞാൻ സൈഡിലിരുന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഇളയതൊരു പെങ്കൊച്ചാണ്. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ട്. അവൾ പറയും മമ്മി പോയി എടുത്തു, ഏതൊക്കെയാലും നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമല്ലേ, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം, മമ്മി പോയി ഉടമ്പടി എടുത്തോളാം പറയും. അപ്പം ആദ്യം ഒരു പ്രാവശ്യം 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് അച്ഛൻ ഈ ടോക്കിന് അത് പറയുന്ന പോലെ ഉഴപ്പി നടന്ന ഒരു ടീമായിരുന്നു. കറക്റ്റായിട്ട് അത് ഉടമ്പടി നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പക്ഷേ ഞാൻ മിക്കവാറും എല്ലാ മാസവും തന്നെ ഇവിടെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്, പോകുന്നുമുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ആ ഉടമ്പടി ഇതില്ല. പിന്നെ കൊച്ചിന് B2 ആയപ്പം ഞാൻ ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ എല്ലാ നിയമങ്ങളും ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു.
പിന്നെ ആ സമയമാണ് കുഞ്ഞിൻ്റെ എക്സാമിൻ്റെയും ഓരോ കാര്യങ്ങളും വന്നത്. പിന്നെ ഞാനിവിടെ ഉടമ്പടി വെച്ചപ്പം ആദ്യം ഒന്നും എഴുതിയില്ല. ഒന്നാമത്തെ നിയോഗം അമ്മ മാതാവിനെ ഞാൻ വിട്ടുകൊടുത്തു. എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതിനാന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മ അത് ഏതാണെന്ന് എഴുതി ചേർത്തോണേന്ന് പറഞ്ഞ് ആദ്യത്തെ ഇത് വിട്ടു. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലി എൻ്റെ അമ്മയ്ക്ക് നമ്മൾ ചെക്കപ്പ് ചെയ്യുന്ന പോലെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് യൂട്രസിന് തടിപ്പുണ്ടെന്ന് അന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ തടിപ്പ് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ അടുത്ത ഹോസ്പിറ്റലിലും കൊണ്ട് എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യണം, പ്രോബ്ലം ഉള്ളതാണ് ഇതെന്ന് പറഞ്ഞു. അന്നേരം തൊട്ട് എനിക്ക് കരച്ചിലും സങ്കടം എല്ലാം ആയി. ഞാൻ പിന്നെ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ക്യാൻസറിൻ്റെ സെല്ലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇനി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും ആയിട്ടുണ്ടോ എന്ന് അറിയണം, ഫുൾ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ സ്കാനിങ്ങിന് കറക്റ്റ് കയറ്റി അമ്മ ഉടമ്പടി തൈലം നെറ്റി പുരട്ടി കയറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. ആ സമയം അമ്മ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഞാൻ പുറത്ത് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും. അമ്മയുടെ ദേഹത്തെല്ലാം ഞാൻ ഉടമ്പടി തൈലം. പക്ഷേ അമ്മയ്ക്ക് എന്നാന്ന് അറിയത്തുമില്ലായിരുന്നു, അതുവരെ ഞാൻ പറഞ്ഞിട്ടുമില്ലായിരുന്നു ഇത് നോർമലി പോലെ. പക്ഷേ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അപ്പോൾ അവിടെ എല്ലാ സ്റ്റാഫിനും അറിയാം അമ്മയ്ക്ക് ഇന്ന പോലെ ഇത് പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെന്ന്. പിന്നെ സ്കാൻ ചെയ്തു, അകത്ത് കയറി ഞങ്ങൾ സ്കാന് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങും സ്പ്രെഡ് ആയിട്ടില്ല എന്നറിഞ്ഞു. പക്ഷേ അന്നേരം ജസ്റ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ പോയിൻ്റ് കാണുന്നുണ്ട്, എന്തോ പോയിൻ്റ് ഔട്ട് ചെറുത് കാണിക്കുന്നുണ്ട് മൈനെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വീണ്ടും ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടർ ഉണ്ണി കാരിത്താസ് ഞാൻ കൊണ്ട് കാണിച്ചു. എന്നിട്ടേക്ക് ഡോക്ടർ പറഞ്ഞു ബയോപ്സി പെട്ടെന്ന് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാമിന് കയറ്റി. ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ആൾത്താരം ഉണ്ടായിരുന്നു, അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ജപമാലയും ചൊല്ലിക്കൊണ്ടിരുന്നു. അമ്മ ഡോക്ടർ കയറി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആരാ പറഞ്ഞത് ഇതുണ്ടെന്ന്. അമ്മയ്ക്കോ ഒരു സിസ്റ്ററിനോ ബ്രസ്റ്റിനോ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 3-4 മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, എങ്ങും സ്പ്രെഡായിട്ടും ഇല്ലായിരുന്നു. ആ യൂട്രസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എടുത്ത് കളഞ്ഞുകൊണ്ട് ആ പ്രോബ്ലം അവിടുന്ന് മാറി. അപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യം, അതായത് ഇപ്പോൾ ഈ മാസം അല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ സങ്കടപ്പെടേണ്ടതും ദുഃഖിക്കേണ്ടതും വരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് അമ്മ അതിൽ നിന്ന് രക്ഷിച്ചത്. പിന്നെ B2 പാസ്സാകുന്ന കാര്യമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം ദൈവത്തിലേക്ക് ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പ്രാർത്ഥിക്കാനും രാവിലെ സ്കൂളിൽ പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും എന്നെക്കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും ആ ഉടമ്പടിത്തിൽ. പിന്നെ കൊച്ചിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവരെ മനസ്സിൽ ഓർത്ത് എൻ്റെ നെറ്റിയിൽ തന്നെ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. അങ്ങനെ ഇതിലും പിന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര സീറോയിലാണ് ഞങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയത്. ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി, കൊച്ചു പെട്ടിയെല്ലാം റെഡിയായി, പാക്ക് ചെയ്തു, നാളെ കഴിഞ്ഞ് പോകാൻ റെഡിയായി, അതുവരെയുള്ള എല്ലാം നടത്തി തന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ സാക്ഷി പറയാൻ വന്നായിരുന്നു. അപ്പോൾ 2-3 ആഴ്ച മുന്നേ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഫോണിൽ മെസ്സേജ് വന്നു ഒരു ഇൻ്റർവ്യൂ കൂടെ ഇനി ഉണ്ടാവുമെന്ന്. അപ്പോഴത്തേക്ക് പിന്നെ ടെൻഷനായി, ഞങ്ങൾ സാക്ഷി പറയാൻ തിരിച്ചു പോയി. പക്ഷേ വേറെ ഒന്നിനും വന്നില്ല, പെട്ടെന്ന് വന്നത് ടിക്കറ്റായിരുന്നു. വന്നു, അത് റെഡിയായി, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്ന അമ്മ മാതാവിന് ഇനി മുന്നോട്ട് അവിടെ കൂടെ അമ്മ ഉണ്ടായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒത്തിരി പേര് പേഷ്യൻസൊക്കെ ആൾക്കാർ വന്നിരിക്കുമ്പം ഞാൻ വർത്താനം പറയാനും സംസാരിക്കാൻ അവരോട് ഇടയ്ക്കൊന്ന് പോയി ടോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും. പിന്നെ പത്രം ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് തന്നെ എടുത്തു കൊടുക്കും. പിന്നെ ഈ ഗുഡ്നെസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഒത്തിരി മേലാഴിയുള്ളവരുടെയൊക്കെ അഡ്രസ്സ് കാണും, അവർക്കൊക്കെ അറിയത്തില്ല, പക്ഷേ അതിനകത്ത് കറക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് അവരുടെ എല്ലാ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നത് നമ്മൾ പൈസ ഉള്ളതുപോലെ ഇട്ട് കൊടുക്കും. പിന്നെ പത്രം കൊടുക്കുകയും പിന്നെ ഡ്രസ്സ് അനാഥാലയത്തിലും പ്രൊവിഡൻസ് ഹോമിലൊക്കെ നമ്മൾ കൊണ്ട് ഡ്രസ്സ് കൊടുക്കുകയും ഉള്ളതിൻ്റെ വീതം നമ്മൾ ചെറുതായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.